ഹായ് ഫ്രണ്ട്സ്, കരിയർ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 2 വേക്കൻസിയെ പറ്റിയാണ് ഇന്ന് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും മെയ് മാസത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതും മെയ് മാസത്തിൽ തന്നെ അവസാന ദിവസവും വരുന്നതുമായ 2 വേക്കൻസിയാണ്. അതിനു മുമ്പ് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്ന് നമ്മുടെ യുവത്വം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് നാം ഒക്കെ മനസ്സിലാക്കിയത് അമിതമായ ലഹരിയുടെ ഉപയോഗമാണ്. അവയർനെസ് പ്രോഗ്രാമിലൂടെ ഇതില്ലാതാക്കാമെന്നുള്ള ഒരു ഉദ്ദേശം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ എൻ്റെ അഭിപ്രായം നേരെ തിരിച്ചാണ്. കാരണം ഇത് ഉപയോഗിക്കുന്നവർ എല്ലാവർക്കും ഇതിൻ്റെ അപകടം അറിയാവുന്നവർ തന്നെയാണ്. അപകടം അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ യുവാക്കൾ ഇതിലേക്ക് പോകുന്നത്? ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ പ്രായത്തിൽ അവരുടെ പ്രസൻസ് ശ്രദ്ധിക്കപ്പെടണം. അവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എനർജി എവിടെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യപ്പെടണം. സമൂഹത്തിൽ അവർക്കൊരു അംഗീകാരം ലഭിക്കാതിരിക്കുകയോ ജനറേറ്റ് ചെയ്യപ്പെടുന്ന എനർജി ഉപയോഗിക്കാതെ വരികയോ ചെയ്യുമ്പോൾ എവിടെയൊക്കെ അവർക്ക് ഉപയോഗിക്കാമോ അവിടേക്ക് മാറും. ഒപ്പം അവരേതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അകപ്പെടുമ്പോൾ ആ ഗ്രൂപ്പ് ചെയ്യുന്ന ജോലിയായിരിക്കും അവരും ചെയ്യുന്നത്. സ്ലോലി അവിടേക്ക് എത്തുകയാണ്. നമ്മളുടെ സാമ്പത്തിക അവസ്ഥ കൊണ്ടോ സാമ്പത്തിക ഉന്നതി കൊണ്ടോ ഒക്കെ പലപ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിൽ അധികം സാമ്പത്തികം ഉണ്ടാവുകയും പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഇല്ല എന്ന് തോന്നുകയും ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധ നേടുന്നതിനും സ്നേഹം ലഭിക്കുന്നതിനും വേണ്ടി എവിടെയൊക്കെയോ അവർ യാത്ര ചെയ്യുന്നതാണ്. അത് തെറ്റായ പാതയിലാകുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. നേരെ മറിച്ച് ഇവരുടെ ഈ എനർജി പഠനകാര്യത്തിലേക്ക് തന്നെ മാറിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. രണ്ടാമത് നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഒരു അപകടം, പഠിച്ചില്ലെങ്കിലും ജയിക്കുമെന്നൊരവസ്ഥ കുഞ്ഞുങ്ങൾക്ക് എത്തുമ്പോൾ പഠനത്തിൽ അവർ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യത്തിൽ വിജയ ശതമാനം വർദ്ധിക്കുമ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിക്കുന്നു എന്നുള്ള തെറ്റായ ചിന്ത നമ്മൾക്ക് പലരിലുമുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന SSLCയുടെ റിസൾട്ടിൽ 99.5% വിജയ ശതമാനം പറയുമ്പോൾ അതിൽ വലുതായി അഭിമാനിക്കാനില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നെങ്കിൽ മാത്രമേ ഭാവിയിൽ വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. വിദ്യാഭ്യാസം കൊണ്ടാണ് അവർ ഉയർന്ന നിലവാരത്തിൽ എത്തേണ്ടത് എന്ന് അവരെ പഠിപ്പിക്കുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. തീർച്ചയായിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ എനർജി ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് നല്ല കാര്യത്തിന് വേണ്ടി അവരുടെ ശ്രദ്ധ തിരിച്ചു വിടുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. പണ്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ലൈബ്രറിയിൽ കുറേ നാൾ പോയിരുന്നു. 1 വർഷത്തിലധികം പോയിരുന്നപ്പോൾ ആദ്യകാലങ്ങളിൽ ഒന്നും പഠിക്കുവാനുള്ള ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനൊരു ശീലമില്ലായിരുന്നു. പക്ഷേ ചുറ്റുപാടുമുള്ളവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ആ ട്രാക്കിൽ എത്തുകയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ എന്ത് ജോലിയിൽ അകപ്പെടുന്നോ ആ ജോലിയിലേക്ക് അവർ പോവുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവയർനെസ് പ്രോഗ്രാം നടത്തിയത് കൊണ്ട് ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കും എന്ന ചിന്ത നമ്മൾ വെടിയണം. നേരെ മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ശക്തി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവയർനെസ് ആക്കി കൊടുക്കണം. നമ്മൾക്ക് സർവീസ് സെക്ടറുകളിൽ മിടുക്കന്മാരും മിടുക്കികളുമായ കുഞ്ഞുങ്ങൾ എത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പല മേഖലകളിലും സർക്കാരിതര അടിസ്ഥാനത്തിലുള്ള പല മേഖലകളിലും ബാങ്കിങ് സെക്ടറുകളിലും ഒക്കെ നമ്മൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ നല്ലൊരു ബിഹേവിയർ നമുക്ക് കിട്ടുന്നില്ലെന്നോ നല്ലൊരു സർവീസ് കിട്ടുന്നില്ലെന്നോ നമുക്ക് തോന്നാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നല്ല നിലവാരമുള്ള കുഞ്ഞുങ്ങൾ ആ ജോലി ഏറ്റെടുക്കാത്തത് കൊണ്ടാണ്. ആ സാഹചര്യം ഏറ്റെടുക്കേണ്ട സമയം ഇപ്പോഴാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയെപ്പറ്റി ഞാൻ പറയുകയാണ്. ഒന്നാമത് പറയുവാനുള്ളത്, യൂണിയൻ ബാങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഓഫീസർ പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിരിക്കുന്നു. 500 വേക്കൻസിയാണുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജിയിലും ക്രെഡിറ്റ് ബാങ്കിങ് സെക്ടറിലേക്കുമാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ജനറലായിട്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് MBA ഉള്ളവർക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞവർക്കും ICWA കമ്പനി സെക്രട്ടേറിയറ്റ് ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഒപ്പം
ബിടെക് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ രണ്ട് മേഖലകളിലുള്ള പോസ്റ്റിന്. ഞാൻ കണ്ടുവരുന്നത് നമ്മുടെ കുട്ടികൾക്ക് ക്യാമ്പസിൽ കൂടെ സെലക്ഷൻ ലഭിക്കുമ്പോൾ ഏതാണ്ട് എല്ലാവർക്കും തന്നെ തുടക്ക ശമ്പളം 25,000 30,000 രൂപയൊക്കെ ആണെങ്കിലും ഒരു 10-20% കുഞ്ഞുങ്ങൾ വളരെ നല്ല നിലയിൽ നല്ല സ്കെയിലിലേക്ക് പോകാറുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ. അവരത് പോയിക്കോട്ടെ. പക്ഷെ പല കുഞ്ഞുങ്ങളുടെയും അവസ്ഥ ഏതാണ്ട് 50-60% കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് 2-3 വർഷം കഴിയുമ്പോഴും അവരുടെ ശമ്പളം വീണ്ടും 35-40 മാത്രം നിലനിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ മേഖല ഇതിനേക്കാൾ ഉപരി ചില നല്ല മേഖലകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ മാത്രം പഠിച്ച മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ അല്പം സീരിയസ് ആയി നിങ്ങൾ അതിനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 1,00,000 തുക ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി ലഭിക്കുകയാണെങ്കിലോ, പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറിലെ ജോലിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഞാൻ കാണുന്നത് മാസം 1,00,000 ശമ്പളം ലഭിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നതിനാവശ്യമായ ഹൗസ് ബിൽഡിംഗ് ലോൺ, വെഹിക്കിൾ ലോൺ, കമ്പ്യൂട്ടർ ലോൺ, മൊബൈൽ ലോൺ, ഈ ലോണുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരും ലോൺ വാങ്ങി പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് സ്വന്തം ഉദ്യോഗസ്ഥരായി കഴിയുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന ലോണിൻ്റെ തവണ വ്യവസ്ഥയിലും ഒപ്പം ഇൻട്രസ്റ്റ് റേറ്റും വളരെ ഇളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തുടക്കത്തിൽ, ജീവിതത്തിൻ്റെ തുടക്കത്തിൽ വേണ്ട എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ടാണ് നിങ്ങളെ ബാങ്ക് കരുതുന്നത്. അതുകൊണ്ട് നമ്മളുടെ സമീപത്തുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ IT മേഖലകളിലോ MBA കഴിഞ്ഞോ ഒക്കെ വരുന്നവർക്ക് നല്ലൊരു ജോലി ലഭിക്കുവാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ബാങ്കിങ് സെക്ടറിലുള്ള ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ പ്രായം 22-നും 30-നും മധ്യമായിരിക്കണം. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 20 ഈ വേക്കൻസികളുടെ ഒക്കെ പ്രത്യേകത SC ST വിഭാഗങ്ങൾക്കും OBC വിഭാഗങ്ങൾക്കും ഒക്കെയുള്ള റിസർവേഷൻ അവിടെ ഉണ്ടാകും. അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള സാധ്യതകൾ കൂടി ലഭിക്കുന്ന ഒരു ജോലിയാണ് എന്ന് നിങ്ങളിത് മനസ്സിലാക്കണം. ജനറൽ കാറ്റഗറിയിലുള്ളവർ അപേക്ഷിക്കുമ്പോൾ അവരുടെ അപേക്ഷാ ഫീസ് 1,187 രൂപയാണ് GST അടക്കം. നേരെ മറിച്ച് SC ST വിഭാഗക്കാർക്ക് 177 രൂപയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കും. കേരളത്തിൽ പ്രധാനമായും ഈ മേഖലകളിലൊക്കെ ഉള്ള ടെസ്റ്റുകൾക്ക് കോഴിക്കോടും കൊച്ചിയും തിരുവനന്തപുരം സെൻറ്റർ ഉണ്ടാവും. ഇന്ത്യയിലെ എല്ലാ വിവിധ സിറ്റികളിലും എല്ലാ സംസ്ഥാനത്തിലും ഏതാണ്ട് 2-3 സെൻറ്ററുകളിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗിക്കുക. വരുന്ന ദിവസങ്ങളിലൊക്കെ മറ്റ് ബാങ്കുകളൊക്കെ സ്പെഷ്യലൈസ്ഡ് ഓഫീസേഴ്സിനുള്ള വേക്കൻസി വിളിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പഠനം അതനുസരിച്ചൊന്ന് ക്രമീകരിക്കണം. മാത്തമാറ്റിക്സിലും റീസണിങ്ങിലും നിങ്ങൾ അല്പം കോൺസെൻട്രേഷൻ കൊടുക്കുകയും പത്രവായന സ്ഥിരമാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോലി നേടാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ വേക്കൻസിയും ബാങ്കിങ് സെക്ടറിലാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സാധാരണ നിലയിൽ ഈ ജോലിയൊക്കെ ഞാൻ കണ്ടുവരുന്നത് 12ാം ക്ലാസ് കഴിഞ്ഞവരും ഗ്രാജുവേഷൻ കഴിഞ്ഞവരും ഒക്കെ അപേക്ഷിക്കാറുണ്ട്. കാരണം ഒന്ന്, ബാങ്കിങ് സെക്ടറിലുള്ള ഒരു ജോലി ലഭിക്കുന്നു. അതിനേക്കാൾ ഉപരി കുറച്ച് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതുന്നവർക്ക് മുകളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാധ്യതകളുമുണ്ട്. ഇവിടെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വരുന്നവരുടെ സിബിൽ സ്കോർ അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആവശ്യമില്ലാതെ ലോൺ എടുത്ത് സിബിൽ സ്കോർ മോശമായിട്ടുള്ളവർക്ക് ഈ ജോലി ലഭിക്കുകയില്ല എന്നർത്ഥം. നേരെ മറിച്ച് അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്, എനിക്ക് ബാങ്ക് അക്കൗണ്ടേ ഇല്ല എങ്കിലോ? ബാങ്ക് അക്കൗണ്ടേ ഇല്ല എങ്കിൽ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ആവശ്യമില്ലാതെ ലോൺ എടുക്കുകയോ ആ ലോണിൻ്റെ കൃത്യമായ അടവ് നടക്കുകയോ ചെയ്യാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം നമ്മൾക്ക് കൃത്യമായി പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോറുകൾ വളരെ മോശമായി വരും. അത് നിങ്ങളുടെ തൊഴിൽ സാധ്യതകളെ കൂടെ ബാധിക്കും എന്നുള്ളത് മാത്രമാണ് എനിക്കിതിനകത്ത് പറയുവാനുള്ളത്. ഇതിലും ഓൺലൈനാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. നിങ്ങളുടെ പ്രായം 18 വയസ്സിനും 26 വയസ്സിനും മധ്യമായിരിക്കണം. അപേക്ഷാ ഫീസുണ്ട്. OBC
SC/ST തുടങ്ങിയ വിഭാഗങ്ങൾക്ക് കോട്ടയുണ്ട്. ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ വേക്കൻസി എക്സ് സർവീസ്മാന് വേക്കൻസി ഉണ്ട്. അതിനേക്കാൾ ഉപരി ഡിസേബിൾഡ് എക്സ് സർവീസ്മാൻ, അതായത് ഇന്ത്യൻ സേനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും ഡിസബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേക്കൻസി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഡിപ്പെൻഡൻറ്റ് ഓഫ് ദി ഡിസേബിൾഡ് ഇൻ ആർമി അല്ലെങ്കിൽ ഡിഫൻസ് സർവീസിലുള്ളവർക്ക് അവരുടെ ഭാര്യമാർക്കും ഈ ജോലി കിടക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എത്രയധികം കരുതുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിശദമായ വിവരങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ കൂടെയാണ് നടക്കുന്നത്. സാധാരണ ബാങ്കിങ് സെക്ടറിലെല്ലാം വരുന്നത് മാത്തമാറ്റിക്സ് ഉണ്ടാകും, ജനറൽ അവയർനെസ് ഉണ്ടാകും, റീസണിങ് ഉണ്ടാകും, ഇംഗ്ലീഷ് ഉണ്ടാകും. ഇത് 10ാം ക്ലാസ്സുകാർക്ക് എലിജിബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച മാത്തമാറ്റിക്സിൽ നിന്നുള്ളതോ ജനറൽ അവയർനെസ് ഉള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ അറിവിൽ അനേകം കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ജോലി ലഭിക്കാതിരിക്കുകയോ അവരുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ജോലി ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവരിലെത്തിക്കുക. അപ്പോൾ 10ാം ക്ലാസ് പാസ്സായവർക്കുള്ള ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റും ബിടെക്കോ ചാർട്ടേഡ് അക്കൗണ്ടൻസി ICW ഒക്കെ കഴിഞ്ഞവർക്കുള്ള ഓഫീസർ പോസ്റ്റുമുള്ള 2 വേക്കൻസിയാണ് ഞാൻ പറഞ്ഞത്. രണ്ടിൻ്റെയും ആപ്ലിക്കേഷനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് പരമാവധി ഇത് ഷെയർ ചെയ്യുക. ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. മറ്റുള്ളവരിൽ ഇത് എത്തിക്കുക. താങ്ക് യു.